കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകില്ല, ക്ഷീണിച്ചു പോകില്ല എന്ന് നമ്മൾ ഈ വർഷത്തെ വാഗ്ദത്ത വചനമായി യെശയ്യാവിൽ നിന്ന് വായിച്ചു. അതായത് നമ്മുടെ ദൈവം ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കും, ബലമില്ലാത്തവന് ബലം നൽകും. ശക്തിയും ബലവും രണ്ടാണ്. ശക്തി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ശക്തി ഉണ്ടാകും. ബലം ദൈവം തരുന്നതാണ്. ബലം എങ്ങനെ ഉണ്ടാകുന്നു? ജീവിതത്തിൽ വരുന്ന പരിശോധനകളെ ഓരോന്ന് നാം അതിജീവിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതാണ് ബലം. ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണ്. ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കുന്ന ഒരനുഭവമാണ്. ബലമെന്ന് പറയുന്നത് ജീവിത അനുഭവത്തിലൂടെ ദൈവം അനുവദിക്കുന്ന എല്ലാ പരീക്ഷകളും സഹിച്ച് കൊള്ളാകുന്നവനായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഒരു വ്യക്തിയിൽ ദൈവം ഒരുക്കിയെടുക്കുന്ന അവൻ്റെ പക്വതയാണ് ബലമെന്ന് പറയുന്നത്. ശക്തിയും ബലവും ദൈവത്തെ കാത്തിരിക്കുന്നവർക്കുള്ളതാണ്. ശക്തിയും ബലവും ദൈവം നമുക്ക് ഒരുക്കി തരുന്നതാണ്. അകത്തെ ബലവും പുറമേ ശക്തിയും. ഇത് രണ്ടുമുള്ളൊരു വ്യക്തി പിശാചിൻ്റെ സകല മഹാപർവ്വതങ്ങളെയും തകർത്തിരിക്കും. ആ വ്യക്തിക്ക് ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ശക്തിയും ബലവുമുള്ളവരായി തീരാൻ കൂടുതൽ കർത്താവിനോട് നമുക്ക് യേശുവിനോട് അടുക്കാം. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു.
സ്തുതിച്ചിടുമെന്നു അന്യവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ അന്യവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു യേശുവേ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ തന്നെ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 ധ്യാനിച്ചു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചുമുള്ള ഒരു അധ്യായമായിരുന്നു 53. 53-ാം അധ്യായം അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെട്ട് പാപികളിൽ ഒരുവനെ പോലെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിൽ അനുസരണമുള്ളവനായ യേശു മരണത്തെ ജയിച്ചു, പാപത്തെ ശാപത്തെ എല്ലാം തോൽപ്പിച്ച് മാനവജാതിക്ക് തന്നിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരു വലിയ വിജയം, വീണ്ടെടുപ്പ്, രക്ഷ സാധ്യമാക്കി. അത് പൗലോസും പത്രോസും അപ്പോസ്തലന്മാരും എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് പത്രോസ് എടുത്തു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പൂർണ്ണ ജയമുണ്ട്. യേശു ക്രിസ്തുവിലൂടെയുള്ള ജയമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രക്ഷ, സമാധാനം, സ്വസ്ഥത. അത് ഓരോ ദിവസം കഴിയുന്തോറും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ സമാധാനം നമ്മിൽ വർദ്ധിക്കും. അനേകർക്ക് പകർന്നു കൊടുക്കുന്ന സമാധാനം നമ്മിൽ നിറയാനിടയാകും. യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ അനുഗ്രഹങ്ങളെ ആരും നഷ്ടപ്പെടുത്താതെ തക്ക സമയത്ത് യേശുവേ എന്ന് വിളിച്ച് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്ന് അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ. ഇന്ന് നമ്മൾ അടുത്ത അധ്യായത്തിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. യെശയ്യാവ് 54. അതിലിങ്ങനെയാണ്: പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ വാക്യം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എടുക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 4-ന്റെ
27 വാക്യത്തിൽ ആ വാക്യം തന്നെ പൗലോസ് അപ്പോസ്തലൻ എടുത്തിട്ട് പറയുന്നു, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവി കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർക്കുക, ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാ പ്രവാചകനിലൂടെ എഴുതപ്പെട്ടതെല്ലാം പിന്നത്തേതിൽ അപ്പോസ്തലന്മാർക്കും യേശു കർത്താവിനും എടുത്തു പറയത്തക്ക രീതിയിലുള്ള വിലപ്പെട്ട ആലോചനയായി. അതായത് ദൈവം ഒരുവന്റെ നാവിനെ തൊട്ടാൽ ആ വ്യക്തി പറയുന്നത് നിവർത്തിയാകാതെ പോവുകയില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവിനെ സ്വർഗത്തിലെ ഒരു കനൽ കൊണ്ടുവന്ന് ഒരു ദൂതൻ നാവിൽ തൊടുവിക്കുന്ന ഒരു വേദഭാഗമുണ്ട് യെശയ്യാവ് 6-ൽ. അതിനുശേഷം യെശയ്യാവ് പറയുന്നതെല്ലാം വിലയേറിയ, പൊന്നിനേക്കാൾ വിലയേറിയ വാക്കുകളായി മാറി. വാക്കുകൾക്ക് വിലയുള്ളതായി മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സ്വർഗത്തിലെ കനലാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിനെ തൊടുമ്പോഴാണ്. ജീവിതത്തിൽ ആർക്കും ഒരു വിലയില്ലാത്ത വ്യക്തിയായിരിക്കാം പലപ്പോഴും നമ്മൾ. എന്നാൽ കർത്താവ് നാവിനെ തൊട്ട് കഴിഞ്ഞാൽ ആ നാവിലൂടെ പുറത്തു വരുന്നതെല്ലാം വിജയത്തിൻ്റെ വാക്കുകളാകും, വിലയേറിയ വാക്കുകളായിരിക്കും. ശലോമോൻ എന്ന ഈ ഒരു ഇസ്രായേലിൻ്റെ രാജാവ്, ദാവീദിൻ്റെ മകൻ, ദൈവം അവൻ്റെ നാവിനെ പൊന്നാവാക്കി മാറ്റി. പിന്നത്തേതിൽ കാണുന്നു, ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാരും രാജ്ഞിമാരും ശലോമോന്റെ അടുക്കൽ വന്ന് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളത്, എങ്ങനെ ജീവിക്കണമെന്നുള്ളത് കേൾക്കാൻ ശലോമോന്റെ മുൻപിൽ ഇരിക്കുന്ന കാഴ്ചയാണ്. വരുന്നവരെല്ലാം ഏറ്റവും വിലയേറിയ പൊന്ന്, വെള്ളി ഇവയുമായിട്ട് ശലോമോന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നതാണ് പിന്നത്തേതിൽ നമ്മൾ കാണുന്നത്. വിലയേറിയ, പൊന്നിനേക്കാൾ വിലയേറിയ ഒരു നാവ് ദൈവം ശലോമോന് കൊടുത്തു. മോശ വിക്കുള്ള ഒരു നാവുള്ളവനായിരുന്നു. എന്നാൽ ദൈവം അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിക്കുള്ള നാവ് ചെങ്കടലിനെ രണ്ടാക്കുന്നതും മരുഭൂമിയിൽ മന്ന 40 വർഷം വർഷിപ്പിക്കുന്നതുമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്ന നാവായിട്ട് മാറി. പറയുന്നതെല്ലാം ജയമാക്കി മാറ്റി. ദൈവജനത്തിനെ വീണ്ടെടുക്കുന്ന ഒരു നാവാക്കി മാറ്റി. ഫറവോനെ, പിശാചിന്റെ പ്രതീകമായ ഫറവോനെ ന്യായം വിധിക്കുന്ന നാവാക്കി മാറ്റി. ദൈവം നമ്മുടെ നാവിനെ തൊടണം. നമ്മുടെ വായിൽ പുതിയ വാക്കുകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. യെശയ്യാവിൻ്റെ നാവിനെ കർത്താവ് തൊട്ടതുപോലെ ഇന്നത് കേൾക്കുന്ന പലരുടെയും നാവിൽ പുതിയ വാക്കുകൾ, പുതിയ നിറവുകൾ, പുതിയ കൃപകൾ യേശു കർത്താവ് നൽകി തരട്ടെ. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസമെന്ന് ശലോമോൻ പറയുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേഗതയും പറയുവാൻ താമസമായിരിക്കണം. വളരെ ചിന്തിച്ചിട്ട് വേണം പറയാൻ. നാവിനെ ദൈവം പൊന്നാക്കി മാറ്റിയാൽ വളരെ ധ്യാനിച്ച ശേഷമേ ഓരോ വാക്ക് പറയാവൂ. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും. അതാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന പരീശന്മാർ ഒരു സ്ത്രീയെ ഉന്തിത്തള്ളിക്കൊണ്ട് വന്നു, വലിച്ചിഴച്ചുകൊണ്ട് വന്നു. അവളെ കൊല്ലാൻ പോയതാണ്. ഏതായാലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് തീരുമാനം എടുക്കാമെന്ന് കരുതി. എന്താണ്? ഇതിൻ്റെ പേരിൽ യേശുവിനെ കൂടി ഒരു കുറ്റവാളിയാക്കാനുള്ളൊരു മാർഗം അവർ കണ്ടുപിടിച്ചു. മോശയുടെ പ്രമാണം പറയുന്നു, ഇവൾ വ്യഭിചാരിണിയാണ്, ഇവളെ കല്ലെറിയണം. നീ എന്തു പറയുന്നു? യേശു ആദ്യം മൗനമായിരുന്നു. യേശു കേൾക്കാൻ വേഗതയുള്ളവനാണ്, പറയുവാൻ താമസമുള്ളവനാണ്. എന്നാൽ യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. വീണ്ടും അവർ ചോദിച്ചു. അപ്പോൾ യേശു വാ തുറന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. ആ വാക്ക് അവരുടെ ചങ്കിലേക്ക് കയറി, ഒരു വാള് പോലെ അവരുടെ അകത്തേക്ക് കടന്നു. മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവർ മുതൽ
ഇളയവർ വരെ ആ കല്ല് താഴെയിട്ടേച്ച് പോയി. എന്താ? മൂത്തവർ മുതൽ. ഈ മൂത്തവർ ചെയ്യുന്ന പാപം ഈ ഇളയവർ കണ്ടു വളർന്നതാണ്. ഈ മൂത്തവർ നിമിത്തമാണ് ഇളയവരും പാപികളായത്. സമൂഹത്തിലെ മൂത്തവർ ഏറ്റവും കൂടുതൽ പാപം ചെയ്തവരാണ്. അതുകൊണ്ട് അവർക്ക് ഈ കൊച്ചുപിള്ളേരുടെ മുമ്പിൽ കല്ലെറിയാനുള്ള യോഗ്യതയില്ലാതെ വന്നു. എല്ലാവരും കല്ല് താഴെ ഇടുമ്പോൾ ബലശാലികൾക്ക് കൈക്കരുത്തില്ലാതെ പോയെന്ന് വായിക്കുന്ന പോലെ എല്ലാവരും കല്ല് താഴെ ഇട്ടേച്ചു പോയി. കാരണം ഈ നാവിൻ്റെ മുൻപിൽ ആർക്കും നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സ്തേഫാനോസിന്റെ വാക്കുകളോട് ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയാത്ത വാക്കുകളും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ നിവർത്തീകരണങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇതുപോലെയായിരുന്നു യെശയ്യാവ് പറഞ്ഞ വാക്കുകൾ ഒന്നും പാഴായില്ല. ദൈവത്തിൻ്റെ പെട്ടകത്തോട് ചേർന്ന് കിടന്ന ശമൂവേലിൻ്റെ ഒരു വാക്ക് പോലും പാഴായില്ല. ദാൻ മുതൽ ബേർശേബ വരെ, 1 ശമൂവേൽ 3-ാം അധ്യായത്തിലുണ്ട്, ദാൻ മുതൽ ബേർശേബ വരെ ശമൂവേൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. അവൻ്റെ വാക്കുകളൊന്നും പാഴായി പോയില്ല. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ വാക്കാണ്, കർത്താവേ എൻ്റെ വാക്കുകൾ പാഴാകരുത്, ഞാൻ പറയുന്നത് പോലെ സംഭവിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പറഞ്ഞാൽ അത് നീങ്ങും, വേണമെങ്കിൽ ചാടിക്കടലിൽ പോകും. നിങ്ങൾ എങ്ങനെ പറയുന്നുവോ, നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങും, ചാടിക്കടലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ വീഴും, നട്ടുപോകുക എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നു. അതായത് കടലിൽ മുങ്ങി കടലിൽ ചെന്ന് അതിനെ കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി നമുക്ക് അതിനെ നടാൻ കഴിയുമെന്ന്. എന്തെല്ലാം വാക്കുകളാണ് കർത്താവ് ഉപയോഗിച്ചത്. കടലിൻ്റെ ആഴത്തിൽ പോയി ഒരു ചെടി നടാൻ കഴിയുമോ? നമ്മുടെ വാക്കുകൾക്ക് കഴിയും. കടലിൽ നട്ടുപോവുക. യേശു പറഞ്ഞ ഓരോ വാക്കുകളും വിലയേറിയ വാക്കുകളാണ്. ആ വാക്കുകളെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു കത്തൽ ഉണ്ടാകണം. എന്താണ്? എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാര് യേശു പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു കത്തലുണ്ടായി. മോശയും ന്യായപ്രമാണവും പറഞ്ഞ കാര്യങ്ങൾ യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് കൂടെ നടന്ന് തെളിയിച്ചു. യേശുവിൻ്റെ നാവ് കൊണ്ട് തെളിയിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിപ്പോയെന്നാണ്. അതുപോലെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടാകണം. ഈ കാലയളവിൽ നമുക്ക് വേണ്ടത് പരാജയപ്പെടാത്ത വാക്കുകളാണ്. ഈ വാക്കുകൾ എവിടെ നിന്ന് ലഭിക്കും? ഡിക്ഷണറിയിൽ നിന്ന് ലഭിക്കില്ല, നമ്മുടെ തലച്ചോറിൻ്റെ അറിവിൽ നിന്ന് ലഭിക്കില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഇങ്ങനൊരു അറിവ് നമുക്ക് ലഭിക്കില്ല. ഇത് ആത്മാവിൽ നിന്ന് ബഹിർഗമിക്കുന്ന വളരെ വിലപ്പെട്ട വാക്കുകളാണ്. ശലോമോൻ അതിനെക്കുറിച്ച് പറയുന്നത് തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളി താലത്തിൽ പൊൻ നാരങ്ങ പോലെ എന്നാണ്. തക്ക സമയത്തൊരു വാക്ക്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് ആ വ്യക്തി ഒരു പക്ഷേ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായം ചോദിക്കാൻ വരുന്നത് നമ്മളോടായിരിക്കും. അടുത്ത അഭിപ്രായം ഇല്ല, അത് അടുത്തത് ആത്മഹത്യയാണ്. ഏറ്റവും ഒടുവിൽ വന്നത് നമ്മുടെ അടുക്കലായിരിക്കും. ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ജീവന്റെ വാക്ക് നമ്മുടെ വായിലാണ്. അതുകൊണ്ട് കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവരായി വളരെ സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി സംസാരിക്കണമെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ നാം സംസാരിക്കണമെന്നും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഓരോ വാക്കുകളും പുതിയ നിയമസഭയ്ക്ക് വളരെയധികം നിക്ഷേപങ്ങളും ശ്രേഷ്ഠമായ അരുളപ്പാടുകളുമായി മാറി. യെശയ്യാവ് വിചാരിച്ചില്ല
വരുന്ന തലമുറകളിൽ ഞാൻ ഓർമ്മിക്കപ്പെടുമെന്ന്. നാം നമ്മുടെ കാലത്ത് പറയുന്ന വാക്കുകൾ അടുത്ത തലമുറകൾ അത് ഓർക്കുകയും അടുത്ത തലമുറകൾക്ക് അത് വിടുതലാകുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ വാക്കുകൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത വാക്കുകളായി നിൽക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെതാകണം. കർത്താവ് പറയണം, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വാക്കുകൾ, വചനങ്ങൾ മാറില്ല. യെശയ്യാവ് പറഞ്ഞ വാക്ക് ദൈവത്തിൻ്റെ വാക്കായതുകൊണ്ട് ഇപ്പോൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും യെശയ്യാവിൻ്റെ വാക്കുകൾ മാറുന്നില്ല. കാരണം യെശയ്യാവ് സംസാരിച്ചത് മുഴുവനും ദൈവത്തിന് വേണ്ടിയാണ്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ യെഹെസ്കേൽ എന്ന് പറഞ്ഞൊരു രാജാവിനോട് ചെന്ന് പറയാനായിട്ട് യെശയ്യാവിനോട് ദൈവം പറയുന്നുണ്ട്, നീ ചെന്ന് യെഹെസ്കേലിനോട് പറ, നിന്റെ സമയമെടുത്തു, നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിക്കോ, നീ ഉടനെ മരിച്ചു പോകും. ഇത് പറയാനായിട്ട് കൊട്ടാരത്തിൽ ചെന്നു. യെശയ്യാവ് അത് പറഞ്ഞു. ഉടനെ ചുവരിന് നേരെ തിരിഞ്ഞ് യെഹെസ്കേൽ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ മുമ്പാകെ നല്ല ഹൃദയത്തോടെ പരമാർത്ഥതയോടെ ജീവിച്ചവനാണെന്ന് ഓർക്കണേ എന്ന ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. ഉടനെ ദൈവം യെഹെസ്കേലിനോട് സംസാരിച്ചേയില്ല. കരഞ്ഞവനോടല്ല സംസാരിച്ചത്, മറ്റൊരുവനോട് സംസാരിച്ചു, യെശയ്യാവിനോട്. യെശയ്യാവ് ഈ ദൂത് പറഞ്ഞിട്ട്, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് യെശയ്യാവ് പടികളിറങ്ങി ഗേറ്റ് എത്തുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, നീ വീണ്ടും തിരിച്ചു ചെന്നിട്ട് പറ, രാജാവിനോട്, യെഹെസ്കേലിനോട് പറ, 15 വർഷം കൂടി നിന്റെ ആയുസ്സിനെ ഞാൻ കൂട്ടിത്തരുന്നു. യെഹെസ്കേലിനോട് സംസാരിച്ചില്ല, യെശയ്യാവിനോട്. അതായത് ദൈവവുമായിട്ട് ഇതുപോലെ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയുന്ന വാക്കുകളെ വീണ്ടും മാറ്റാൻ പോലും കഴിയൂ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വാക്കുകളൊന്നും യെശയ്യാവിൻ്റേതല്ല. ഈ വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വായും ദൈവത്തിൻ്റെ നാവുമായിട്ട് നിൽക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. യിരെമ്യാവിൽ പറയുന്നു, ഞാൻ ഈ വാക്ക് പറയാതിരുന്നാൽ എൻ്റെ അസ്ഥികൾക്കുള്ളിൽ പൊട്ടിപ്പോകുന്നത് പോലെയാണ്. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, ഞാൻ നാവെടുത്തു എന്ന് ദാവീദും പറയുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് അടക്കി വെക്കാൻ കഴിയാത്ത ഒന്നിൻ്റെ പേരാണ് പ്രവചനം. ഇത് നമ്മുടെ അകത്ത് ദൈവം തരും. ദൈവത്തോട് കൂടിയിരിക്കുന്ന വ്യക്തിയുടെ നാവിനെ ഒരു പ്രവാചക നാവാക്കി ദൈവം മാറ്റും. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 14 പറയുന്നു, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, വിശേഷാൽ പ്രവചന വരവും. പഴയ നിയമത്തിൽ ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്നു, അതിലാക്കുന്നു. പുതിയ നിയമത്തിൽ തൻ്റെ മക്കൾ ആരാഗ്രഹിക്കുന്നുവോ അവരുടെ നാവിനെ ദൈവത്തിൻ്റെ നാവാക്കുമെന്ന്, അവൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് ദൈവത്തിൻ്റെ വാക്കായി മാറും. അപ്പോൾ ഹൃദയത്തിൽ സംശയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ നാവായിട്ടിരിക്കാൻ കഴിയാത്തത്. ഹൃദയത്തിൽ ഒട്ടും സംശയിക്കാതെ ഇനിയുള്ള നാളുകളിൽ പ്രാർത്ഥനയോടെ ചില വാക്കുകൾ പറയുന്നത് പോലെ അത് സംഭവിക്കും. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ ദൈവാക്കും. ഹൃദയം മുഴുവനും വചനത്താൽ നിറച്ച് ദൈവത്തിനു വേണ്ടി ചില കൃതികൾ രചിക്കുവാൻ നീ ദൈവത്തിനു വേണ്ടി നിന്റെ കൈകളെയും നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും കൊടുത്താൽ നീ ദൈവത്തിൻ്റെ ഒരു നാവായി, ഒരു അത്ഭുത ഉപകരണമായി മാറും. അതാണ് യെശയ്യാവ്. യെശയ്യാവ് പ്രവചിച്ചത്, യെശയ്യാവ് 53 പറഞ്ഞത് അതുപോലെ കാൽവരി ക്രൂശിൽ നിറവേറി. ദൈവസഭ ഉളവായി ഏറ്റവും വലിയ പ്രവചനങ്ങൾ നടത്തിയ മഹാനായ ദൈവത്തിൻ്റെ പ്രവാചകനാണ് യെശയ്യാവ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, ഈ കാലഘട്ടത്തിലും യെശയ്യാവിനെ പോലെയുള്ള പ്രവാചകന്മാർ കർത്താവിന് ആവശ്യമാണ്. അത് ആരാണ്? ഇത് കേൾക്കുവാൻ ദൈവം ഇന്ന് കൂട്ടിവരുത്തിയ നിങ്ങളാണ് ആ പ്രവാചകൻ, നിങ്ങളാണ് ആ പ്രവാചിക. വിശ്വസിക്കുക, കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട ദാഹത്തോടെ ഇരിക്കുന്ന ആരൊക്കെ ഉണ്ടോ
അവരുടെ മേൽ ഈ പ്രവാചക ശബ്ദം, വചനത്തിൻ്റെ അരുളപ്പാടുകൾ പറയാനുള്ള ഒരു അരുളപ്പാടിൻ്റെ കൃപ വെളിപ്പെട്ടു വരട്ടെ. ഇവരുടെ മേൽ അതിനുള്ള ഒരു പുതപ്പ് ഇന്ന് വീഴട്ടെ. ഈ നാവുകളിന്മേൽ സ്വർഗത്തിലെ കനൽ കൊണ്ട് തൊടപ്പെടട്ടെ. ഈ കുടുംബങ്ങളിൽ ദൈവശബ്ദം ഉളവായി വരട്ടെ. ദൈവത്തിൻ്റെ നാവുകളായി, ദൈവത്തിൻ്റെ അവയവങ്ങളായി, ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന കൂടാരങ്ങളായി ഇവർ തീരട്ടെ. ഈ കുടുംബങ്ങളിൽ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൻ്റെ ശബ്ദമായി മാറാം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാവായി കത്തി ജ്വലിക്കുവാൻ നിങ്ങളെ കർത്താവ് ഇടയാക്കും. ഈ ആലോചന നിങ്ങൾ മുറുകെ പിടിക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യണം. പ്രൈസ് ജനറേഷൻ്റെ എല്ലാ ദിവസവുമുള്ള അല്പനിമിഷത്തേക്ക് മാത്രമുള്ള ഈ വീഡിയോകൾ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടാൻ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യണം. ഈ മിനിസ്ട്രിയുടെ, പ്രൈസ് ജനറേഷൻ്റെ ഈ മീഡിയ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാകാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശബ്ദമാകാം. ഗോഡ് ബ്ലെസ് യു.